ഒരേക്കറ 10 സെന്റ് സ്ഥലം. പഞ്ചായത്ത് റോഡ്, നിറയെ പഞ്ചായത്ത് റോഡുള്ളതാണ്. തേക്കുകൾ മര്യാദക്ക് ഉണ്ട്. ഇതിൽ റബ്ബറാണ്. നിറയെ തേക്കാണ്. നല്ല നിരന്ന ഭൂമി. 4 ഭാഗത്തും വഴികളാണ് കേട്ടോ. ഇത് നമ്മുടെ തോട്ടത്തിൻ്റെ അപ്പുറത്തുള്ള വഴിയാണ്. ഇതാ ഈ വഴി. തോട്ടം കിടക്കണം ഇങ്ങനെ. ഇതിൽ മട്ടി, തേക്ക്, പിന്നെ റബ്ബർ. 200 റബ്ബർ ഉണ്ട് എന്നാണ്. ഇതാണ് റബ്ബർ. എത്ര കൊല്ലാണ് എന്നുള്ളത് അവനറിയില്ല എന്ന് പറഞ്ഞത്. പക്ഷെ പാല് കിട്ടുന്ന ഇതാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് മരങ്ങൾ കണ്ടമാനുണ്ട്. മരങ്ങൾ നിലനിർത്തി പെട്ടെന്ന് വെട്ടാതെ നിർത്തുകയാണെങ്കിൽ പിന്നീട് നല്ലൊരു സംഖ്യക്ക് മരം വെക്കുക. തേക്കുകൾ തന്നെ ഉണ്ട് മര്യാദക്ക്. നിരന്ന ഭൂമിയാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടെത്തും. തേക്കുകൾ മര്യാദക്ക് ഉണ്ട് കേട്ടോ. നിരന്ന ഭൂമി. പ്ലാവുണ്ട്, അതേപോലെ മട്ടികളുണ്ട്, തേക്ക് തൈകളുണ്ട്. അത്യാവശ്യം നല്ല തേക്കുകളും. ഇതിൻ്റെ 4 ഭാഗത്തു കൂടിയും പഞ്ചായത്ത് റോഡുണ്ട്. പിന്നെ താഴത്ത് കണ്ടിറങ്ങിയ നിറയെ വീടുകളാണ്. കണ്ടോ, ഇത് തേക്കാണ്. തേക്ക് ഫുള്ള് മാക്സിമം സൈഡിൽ കൂടെ ഒക്കെ തേക്കുണ്ട്. കണ്ടോ, ഇതാണ് എത്ര കൊല്ലം വെട്ടുക എന്നുള്ളത് റബ്ബറിനെ പറ്റി അറിയണവർക്ക് അറിയാം. കണ്ടോ, ഇതാണ് റബ്ബർ. അടിഭാഗത്തൊക്കെ വയലായതുകൊണ്ടേ വെള്ളത്തിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പല രൂപത്തിലുള്ള റബ്ബറുണ്ട് കേട്ടോ. അതാ തേക്കുകൾ മര്യാദക്ക് ഉണ്ട് കേട്ടോ. ഇതങ്ങനെ ബാക്ക് സൈഡൊക്കെ തേക്കുണ്ട്. കണ്ട, തേക്കാണ്. ഇത് പാലക്കാട് ജില്ലയിൽ കിഴൂര് ഭാഗത്താണ് കേട്ടോ. നിരന്ന ഭൂമിയാണ്. ആവശ്യമുള്ളവർ വിളിച്ചു. നിറയെ റോഡ് സൗകര്യം. പഞ്ചായത്ത് റോഡാണ്. എല്ലാ വണ്ടിയും വരുന്നുണ്ടോ. നമ്മളിപ്പോൾ ഈ പഞ്ചായത്ത് റോഡിൽ കൂടെ വന്നത്. റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് മാക്സിമം എത്ര ഉണ്ടാവും? ഒരു 500 മീറ്റർ ഉണ്ടാവുള്ളൂ. ഈ പഞ്ചായത്ത് റോഡ് ഇങ്ങനെയാണ് വന്നാൽ ഇതുണ്ടോ, ഏത് വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറും. നിരന്ന ഭൂമി, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി വീട് വെക്കേണ്ടവർക്കും പറ്റും.
കണ്ടോ ഇതൊക്കെ വീട് ഇവിടെ വീടുകളുണ്ട് കണ്ടോ അടുത്തുള്ള വീടുകളാണിത്. കണ്ടോ ഇതിൻ്റെ ഗേറ്റാണിത്. ഈ റോഡ് ഇങ്ങനെ 4 ഭാഗത്തു കൂടെ പോവാണ്. നമ്മളാ വന്ന റോഡ് ഇങ്ങനെ മേലേക്ക് കയറി പോകുന്നുണ്ട്, പിന്നെ താഴത്തേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ടോ തേക്കുകളുണ്ട് മര്യാദക്ക് നിർത്തുകയാണെങ്കിൽ.